വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി. ഇന്നൊരു ഫ്രോക്ക് മോഡൽ കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മുടെ കുർത്തിക്ക് ആവശ്യമായിട്ടുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. യോക്ക് പോർഷനും സ്കേർട്ട് പോർഷനുമായിട്ടാണ് നമ്മുടെ ഈ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത്. ഷോൾഡർ നമ്മൾ 7 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ആം ഹോളും 7 ഇഞ്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ചെസ്റ്റിൻ്റെ 1/4 9.25 കൊടുത്തിരിക്കുന്നത്. ലൈനിങ് ക്ലോത്തും ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. ക്യാൻവാസ് ഇതുപോലെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നെക്ക് വിഡ്ത്ത് ഒരു 3 ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത്. നെക്ക് ലെങ്ത് 1 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇതുപോലെ അങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നെക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പ് പോർഷനിൽ നിന്നും ഒരു 6.25 ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമ്മുടെ ക്യാൻവാസ് ഇതുപോലെ നിവർത്തിയതിന് ശേഷം നമുക്ക് ഈ മിഡിൽ പോർഷൻ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. മിഡിൽ പോർഷൻ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ ഒരു മാർക്കിങ് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ മിഡിൽ പോർഷനിലായിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ക്യാൻവാസ് ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ നെക്കിൻ്റെ പോർഷൻ നമുക്കങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഒരു ലൈനിങ് ക്ലോത്ത് എടുത്തതിന് ശേഷം ഇതുപോലെ നമ്മുടെ മെയിൻ ക്ലോത്ത് കൂടി എടുത്തിട്ടുണ്ട്. ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മുടെ ക്യാൻവാസ് ഇതുപോലെ വെച്ച് നമുക്ക് സൈഡ് പോർഷൻസൊക്കെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ കുർത്തിയുടെ സ്കേർട്ട് പോർഷൻ നമ്മൾ ഗ്യാതറിങ്സ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കേർട്ട് പോർഷനിലേക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത് എടുത്ത് കട്ട് ചെയ്താൽ മതിയാകും. സ്ലീവിൻ്റെ പോർഷനിലായിട്ട് നമ്മൾ പ്ലീറ്റ്സ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്ലീറ്റ്സിന് ആവശ്യമായിട്ടുള്ള ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുർത്തി സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ക്യാൻവാസ് ഇതുപോലെ വച്ചിട്ട് നമ്മുടെ മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും വച്ച് സൈഡ് പോർഷൻസൊക്കെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഷോൾഡറിൻ്റെ മിഡിൽ പോർഷനിലായിട്ട് നമ്മുടെ ഈ ക്യാൻവാസ് ഇതുപോലെ വച്ചതിന് ശേഷം നല്ല പോർഷനും ഒരുപോലെ വരുന്ന രീതിയിലാണ് വയ്ക്കേണ്ടത്. ഇനി നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മിഡിൽ പോർഷനിലായിട്ട് മാർക്ക് ചെയ്തിരുന്നു. ആ പോർഷൻ നമുക്കിതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ നെക്കിൻ്റെ പോർഷനും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പോർഷൻസിലൊക്കെ കട്ട്സുകൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ക്ലോത്ത് അങ്ങ് തിരിച്ചു കൊടുക്കാം. നമ്മുടെ ക്ലോത്ത് ഇതുപോലെ തിരിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഈ കോർണർ പോർഷൻസൊക്കെ നല്ലപോലെ നമുക്ക് എടുത്തു കൊടുക്കാം. ഇനി നമ്മുടെ ഈ ക്യാൻവാസ് വരുന്ന ക്ലോത്ത് നമുക്ക് നമ്മുടെ ഈ ലൈനിങ് ക്ലോത്തിലായിട്ട് വച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ നെക്കിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഈ പോർഷൻ ഇതുപോലെ ഫോൾഡ് ചെയ്താണ് വരുന്നത്. ഈ പോർഷൻ ഇതുപോലെയും. ഇനി നമുക്ക് നമ്മുടെ ഈ നെക്കിൻ്റെ പോർഷനിലൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. നമ്മുടെ ഈ നെക്കിൻ്റെ പോർഷൻ ഇതുപോലെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പോർഷനിലായിട്ട് ചെറിയ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഈ പോർഷനും അതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്ക് പോർഷൻ്റെ നെക്കാണ് കട്ട് ചെയ്യേണ്ടത്. ബാക്ക് പോർഷൻ്റെ നെക്ക് വിഡ്ത്ത് 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. നെക്ക് ലെങ്തും 3 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. ഈ പോർഷൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ബാക്ക് പോർഷൻ്റെ നെക്ക് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്ക് പോർഷൻ്റെ നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ നെക്കൊക്കെ ഫിനിഷ് ചെയ്ത് ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ പോർഷനാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. സ്ലീവിൻ്റെ പോർഷനിൽ നമ്മൾ പ്ലീറ്റ്സ് ആണ് കൊടുക്കുന്നത്. അതിനായിട്ട് ഇതുപോലെ ഒരു ക്ലോത്ത് നമ്മൾ എടുത്തിരുന്നു. ഈ ക്ലോത്തിൻ്റെ സൈഡ് പോർഷൻസ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡ് പോർഷൻ കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ പോർഷൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
നമ്മൾ ഈ ആം ഹോളിൻ്റെ പോർഷൻ ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ പ്ലീറ്റ്സ് എടുത്ത ക്ലോത്ത് ഇതുപോലെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ പോർഷൻ നമ്മൾ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. സ്കേർട്ട് പോർഷനിൽ ഇതുപോലെ ഗ്യാദറിങ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യോക്ക് പോർഷനും സ്കേർട്ട് പോർഷനും അറ്റാച്ച് ചെയ്തതിന് ശേഷം ബോഡി പോർഷൻ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. നമ്മുടെ ഫ്രോക്ക് മോഡൽ കുർത്തി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ നെക്ക് ഇതുപോലെയാണ് വരുന്നത്. ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള നെക്ക് മോഡലാണ്. സ്ലീവിൽ പ്ലീറ്റ്സ് ഇതുപോലെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സ്കേർട്ട് പോർഷനിൽ ഗ്യാദറിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക് മോഡൽ കുർത്തിയാണ്. 47 ഇഞ്ച് ലെങ്തിലാണ് നമ്മൾ ഈ കുർത്തി ചെയ്തിരിക്കുന്നത്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നമ്മുടെ ഈ ഫ്രോക്ക് മോഡൽ കുർത്തി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻസുകളൊക്കെ അറിയിക്കണം. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.